വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അനുകമ്പയുള്ള ദൈവത്തെ നാം സുവിശേഷത്തിൽ കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ 1-ാം വായനയിൽ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഒരുക്കാൻ പോകുന്ന വിഭവസമൃദ്ധമായ വിരുന്നിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ജനക്കൂട്ടത്തെ കണ്ട് അനുകമ്പ തോന്നിയ ക്രിസ്തുവിന്റെ അനുകമ്പയുള്ള ഹൃദയവും അപ്പം വർദ്ധിപ്പിക്കലും സുവിശേഷത്തിൽ നാം കാണുന്നു. ആത്മീയമായ വിരുന്ന് വചനത്തിലൂടെ നൽകിയവനാണ് ഈശോ. പിന്നീട് 7 അപ്പവും മീനും ആ ജനാവലിക്കായി ആശീർവദിച്ചു അവൻ നൽകി. ജീവന്റെ വചനം അവർക്ക് ആത്മീയ ഉന്മേഷം നൽകിക്കൊണ്ട് അത്ഭുതമായി മാറുന്നു. നമ്മെ ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ് ക്രിസ്തുനാഥൻ. ശേഖരിച്ചു വയ്ക്കലല്ല വിരുന്ന് ഉണ്ടാകേണ്ടത്, പകുത്ത് നൽകലാണ്. എല്ലാവർക്കും വിശപ്പനുസരിച്ച് നൽകുവാൻ ഈശോ തയ്യാറാവുകയും ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. കയ്യിൽ ഉള്ളത് മുഴുവനും കർത്താവിന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നു. എല്ലാവരും തൃപ്തരാവുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ നമുക്ക് പങ്കുവയ്ക്കലിന്റെ ശീലം കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ തൃപ്തരാകാതെ ജനം വലയുന്നു. ഒട്ടിയ വയറുകളിലാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ മുഖം കാണുവാൻ സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അങ്ങനെ കാണുവാൻ സാധിച്ച ഒരു വിശുദ്ധയാണ് പാപങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ. നമുക്കും ഇത്തരത്തിൽ ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ സാധിക്കും എന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. അങ്ങനെ പരിധികളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.